നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 മെയ് മാസം 13-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാർ LPG സബ്സിഡി വിതരണത്തിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അർഹരായവർക്ക് മാത്രം ആനുകൂല്യം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനായിട്ട് ആദായ നികുതി വകുപ്പുമായിട്ട് ചേർന്നുകൊണ്ട് ഊർജിതമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ നടത്തി വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ എണ്ണ വിതരണ കമ്പനികളിൽ നിന്നും പ്രത്യേക അറിയിപ്പുകളൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ നിയമം അനുസരിച്ച് ഒരു സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് LPG സബ്സിഡിക്ക് അർഹതയുണ്ടായിരിക്കില്ല. മുൻപ് ഇത് സ്വമേധയാ ഉപേക്ഷിക്കാനാണ് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് റെക്കോർഡുകളൊക്കെ തന്നെ പരിശോധിച്ച് വരുമാന പരിധി കടന്നവരുടെയൊക്കെ തന്നെ സബ്സിഡി നേരിട്ട് നിർത്തലാക്കാൻ പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ വിതരണ കമ്പനികൾ തങ്ങളുടെ ഡാറ്റാബേസ് ആദായ നികുതി വിവരങ്ങളുമായിട്ട് ഒത്തുനോക്കിയാണ് ഈ നടപടി സ്വീകരിക്കുന്നത്. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ ഇത്തരമൊരു സന്ദേശം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അതീവ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട്. ഈ വിവരത്തിൽ വിയോജിപ്പുള്ളവർ 7 ദിവസത്തിനുള്ളിൽ പരാതി നൽകിയില്ലെങ്കിൽ സബ്സിഡി എന്നേക്കുമായിട്ട് നിർത്തലാക്കപ്പെട്ടേക്കാം. വരുമാനം 10 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് രേഖകളിലെ തെറ്റുകളൊക്കെ തന്നെ തിരുത്താനായിട്ട് 1800-233-555 എന്ന ടോൾ ഫ്രീ നമ്പറിലോ അല്ലെങ്കിൽ എണ്ണ കമ്പനികളുടെയൊക്കെ തന്നെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയോ വിശദീകരണം സമർപ്പിക്കാവുന്നതാണ്. സബ്സിഡി നിർത്തലാക്കിയാലും സിലിണ്ടറുകളുടെ വിതരണത്തിന് തടസ്സമുണ്ടാകില്ല എങ്കിലും അവ വിപണി വിലയ്ക്ക് നിങ്ങൾ വാങ്ങേണ്ടി വരുമെന്നും അർഹരായ പാവപ്പെട്ടവർക്കും അതോടൊപ്പം തന്നെ ഇടത്തരക്കാർക്കും മാത്രം ഈ ഒരു ആനുകൂല്യം അത് പരിമിതപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നതെന്നും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തുടനീളവും ജൂലൈ മാസം 1-ാം തീയതി മുതൽ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ തന്നെ പുതിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങളൊക്കെ തന്നെ വരികയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമായിട്ട് BBG റാംജി എന്ന പുതിയ പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ജീവക് മിഷൻ ഗ്രാമീൺ എന്നാണ് ഈ സ്കീമിന് പൂർണ്ണരൂപം നൽകിയിരിക്കുന്നത്. തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വേതനത്തിലും വലിയ പരിഷ്കാരങ്ങൾ ഈ പദ്ധതി വഴി ഉണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഗ്രാമപ്രദേശങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്ന ഈ വിവിധ പ്രവർത്തനങ്ങളാണ് ഇതിന് കീഴിലായിട്ട് വരുന്നത്. പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്കും അതോടൊപ്പം തന്നെ കാർഷിക സീസണുകൾക്കും ഈ പദ്ധതിയിൽ വലിയ മുൻഗണന നൽകുന്നുണ്ട്. സമൂഹത്തിൻ്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനി മുതൽ ഇതിൽ നടപ്പിലാക്കുക. കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ഇന്ന് മുതൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണം വരികയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്ന ജില്ലകളിലാണ് ഭാഗികമായിട്ട് വൈദ്യുതി തടസ്സപ്പെടാനായിട്ട് സാധ്യതയുള്ളത്. കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി ഉള്ളതിനാലാണ് നിയന്ത്രണം വരുന്നത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ 220 kV ബുഷിങ്ങിൽ തകരാറ് സംഭവിച്ചതിനാൽ അടിയന്തര അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ നടന്നതിനാലാണ് ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇന്നു മുതൽ 7 ദിവസത്തേക്ക് വൈദ്യുതി തടസ്സം നേരിടുമെന്ന് KSEB വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാഗികമായിട്ടുള്ള വൈദ്യുതി തടസ്സം അത് ഏർപ്പെടുന്നതിൽ KSEB ഖേദം പ്രകടിപ്പിച്ചു. കാലവർഷത്തിന് മുൻപ് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് കർഷക രജിസ്ട്രേഷൻ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെന്ററുകൾ മുഖേനയുമൊക്കെ തന്നെ കർഷകർക്ക് വളരെ ലളിതമായിട്ട് ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെ മാത്രം ചിലവഴിച്ചുകൊണ്ട് കർഷകർക്ക് തങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നിങ്ങൾക്ക് മടങ്ങാവുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൃഷിഭൂമിയുള്ള എല്ലാ കർഷകരും നിർബന്ധമായിട്ടും ഈ ഒരു അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID അത് തീർച്ചയായിട്ടും എടുത്തിരിക്കേണ്ടതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. PM കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി 6000 രൂപ കൈപ്പറ്റുന്നവർ, അതുപോലെ തന്നെ കാർഷിക വായ്പകൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡുകൾക്കും അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ, നിലവിൽ ഇത്തരം വായ്പകൾ ലഭ്യമായിട്ടുള്ളവർ, അതുപോലെ കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് ഗോൾഡ് ലോൺ എടുക്കുന്നവർ, അതുപോലെ തന്നെ ജൈവ രാസവളങ്ങളുമൊക്കെ തന്നെ അതുപോലെ കാർഷിക ഉപകരണങ്ങളും സബ്സിഡി നിരക്കിലൊക്കെ തന്നെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്നിങ്ങനെ ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും ഈ രജിസ്ട്രേഷൻ ബാധകമാണ്. ഭാവിയിൽ കാർഷിക അനുബന്ധ മേഖലകളിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും ഈ കർഷക ID നിർബന്ധമായതിനാലാണ് കേന്ദ്ര സർക്കാർ ഇത് ഇപ്പോൾ വീണ്ടും നടപ്പിലാക്കുന്നത്. നിലവിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ തന്നെ
കർഷകർക്ക് അവരുടെ സമയവും അതോടൊപ്പം തന്നെ സാഹചര്യവും അനുസരിച്ച് നിങ്ങളുടെ സമീപമുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ, ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ വഴിയൊക്കെ തന്നെ എത്തി രേഖകൾ ഹാജരാക്കിക്കൊണ്ട് ID ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് കർഷകന്റെ ആധാർ കാർഡ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, നിങ്ങളുടെ കൃഷിഭൂമിയുടെ ഏറ്റവും പുതിയ കരമടച്ച രസീത് എന്നിവ മാത്രം ഹാജരാക്കിയാൽ മതിയാകും. ആധാരമോ പട്ടയമോ പോലുള്ള മറ്റ് രേഖകളുടെ പകർപ്പ് ഇപ്പോൾ ആവശ്യമില്ല. വിവരങ്ങളുടെയൊക്കെ തന്നെ വെരിഫിക്കേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ കർഷകർക്ക് പ്രത്യേക ID കാർഡ് കൂടി നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മുൻപ് ആരംഭിച്ച ഈ പദ്ധതി പല കാരണങ്ങളാൽ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നുവെങ്കിലും ഇനിയും ID ലഭിക്കാത്ത ലക്ഷക്കണക്കിന് കർഷകർക്ക് ഒരു സുവർണാവസരം നൽകാനാണ് ഇപ്പോൾ ഇത് പുനരാരംഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഒട്ടും വൈകാതെ ഈ ഒരു സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലേക്ക് തന്നെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് തുക ലഭിക്കാത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രതീക്ഷയോടെയാണ് അവർ ഈ മെയ് മാസത്തെ 2000 രൂപയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകൾ സംസ്ഥാനത്തുള്ളതിനാൽ തന്നെ മെയ് മാസത്തെ വിതരണം എന്നാരംഭിക്കുമെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ പെൻഷൻ അതാത് മാസങ്ങളിൽ കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് LDF സർക്കാർ 3 മാസത്തെ തുക അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഒരുമിച്ച് പുറത്തിറക്കിയിരുന്നു. ഇതിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷു പ്രമാണിച്ച് നേരത്തെ വിതരണം ചെയ്യാനായിട്ട് രണ്ടാമതൊരു ഉത്തരവ് കൂടി വരികയും അതിനുശേഷം അതനുസരിച്ച് വിതരണം പൂർത്തിയാവുകയും ചെയ്തു. ഇനി നിലവിലെ ഉത്തരവ് പ്രകാരം വിതരണം ചെയ്യാനുള്ളത് മെയ് മാസത്തെ പെൻഷൻ മാത്രമാണ്. എന്നാൽ കേരളത്തിൽ ഭരണമാറ്റം നടക്കുന്ന ഒരു സാഹചര്യമായതിനാൽ തന്നെ പുതിയ സർക്കാർ, UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം മാത്രമേ ഈ തുകയുടെ വിതരണം സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിക്കുകയുള്ളൂ. നിലവിലെ ഉത്തരവിൽ പെൻഷൻ വിതരണം തുടങ്ങേണ്ട കൃത്യമായ തീയതി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സാധാരണ പെൻഷൻ വിതരണം ആരംഭിക്കാറുള്ള മാസത്തെ 25-ാം തീയതിയോടെ തന്നെ ഇത്തവണയും വിതരണം തുടങ്ങാനാണ് സാധ്യത കാണുന്നത്. പുതിയ സർക്കാർ അധികാരത്തിലേറി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് ഭരണകൂടം നിലവിൽ വരുന്നതോടുകൂടി സർക്കാരിൻ്റെ ആദ്യ ജനക്ഷേമ നടപടികളിൽ ഒന്നായിട്ട് മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം വേഗത്തിലാക്കാൻ സാധ്യതയുണ്ട്. മസ്റ്ററി നടപടികളൊക്കെ തന്നെ കൃത്യമായി പൂർത്തിയാക്കിയ 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഇതിൽ 26 ലക്ഷത്തോളം ആളുകൾക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി ജനപ്രതിനിധികളൊക്കെ തന്നെ നിങ്ങളുടെ വീടുകളിലെത്തിയായിരിക്കും പെൻഷൻ തുക ലഭ്യമാക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. ചൊവ്വാഴ്ച മെയ് 12-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 50 രൂപ കൂടി 14,115 രൂപയും പവന് 400 രൂപ കൂടി 1,12,920 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. വരുമാനം ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ കമൻറ്റ് നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.